നമ്മോടൊപ്പം ചേരുന്നത് പനത്തടി സെൻറ് ജോസഫ് ദേവാലയത്തിൻ്റെ സഹവികാരി ബഹുമാനപ്പെട്ട ആശിഷ് അച്ഛനാണ്. അച്ഛൻ വളരെ സന്തോഷത്തിലാണ്. അച്ഛൻ്റെ മുഖം കണ്ടാൽ തന്നെ നമുക്കറിയാം എല്ലാം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു അല്ലേ? ഒരുപാട് നാളായി ആരംഭിച്ചിട്ട് ഏകദേശം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളൊരു മാസം മുമ്പേ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചിരുന്നു. എല്ലാ ദിവസങ്ങളിലും ഓരോ വാർഡിലെ കുടുംബാംഗങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ എല്ലാ വാർഡുകളും കയറി ബഹുമാനപ്പെട്ട അച്ഛന്മാർ സംസാരിച്ചിരുന്നു. ഇതിനെപ്പറ്റി എല്ലാവരെയും വെൽക്കം ചെയ്തിരുന്നു. നമ്മുടെ ഫൊറോനയിലെ എല്ലാ ഇടവകകളിലും പോയി എല്ലാ വിശ്വാസികളെയും നമ്മൾ ഇതിനു വേണ്ടി തന്നെ ക്ഷണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി ആരംഭിക്കുന്ന ഈ ഒരു തീർത്ഥാടനം ഒരു വൻ വിജയമാവുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. എല്ലാവരെയും ഈ ഇടവക ദേവാലയത്തിലേക്ക്, തീർത്ഥാടന ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യാനായി ഇടവക ജനം മുഴുവൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ ആ ഒരു അതിശയത്തിലാണ്. എത്ര പേര് വരുമെന്ന് കൃത്യമായി അറിയില്ലെങ്കിലും 10,000-ഓളം ആളുകൾക്ക് കൃത്യമായ സൗകര്യങ്ങൾ ഒരുക്കി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ. തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ സാൻജോസ് തീർത്ഥാടനത്തിന് ഇവിടെ വേദിയാവുന്നത് പനത്തടി സെയിൻറ്റ് ജോസഫ് തീർത്ഥാടന ദേവാലയം തന്നെയാണ്. അതിൻ്റെ പിന്നിലെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു പനത്തടി ഈ ദേവാലയം തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം? ഈ ഭാഗത്തെ ഔസേപിതാവിൻ്റെ മധ്യസ്ഥതയുള്ള ഈ പ്രദേശം ഇത്രയും ഡെവലപ്പ് വന്നതും ഇത്രയും പുരോഗമനം വന്നതും 956 ഇവിടെ ആദ്യത്തെ കുടിയേറ്റം നടക്കുന്നത്. പക്ഷേ അന്നൊന്നും ഇവിടെ പ്രാർത്ഥനയ്ക്ക് അവസരമില്ല. 70-കളിലാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ ചെറിയൊരു പള്ളി. അന്ന് ഇവിടെ ജനങ്ങൾ പല ഭാഗത്തുനിന്നും വന്നിട്ടുണ്ടെങ്കിലും കൊട്ടോടിയായിരുന്നു ഒരു തലപ്പള്ളി. കൊട്ടോടിയിൽ നിന്ന് ഒരു 14 കിലോമീറ്ററോളം അച്ഛൻ നടന്നു വന്നിട്ട് ഇവിടുന്ന് കുർബാന ചൊല്ലിയിട്ടുണ്ട്. ബൈക്കിലൊക്കെ വന്ന് പോൾ മൂഞ്ഞച്ചൻ്റെ കാലത്ത്. അതിനുശേഷം 70-ലാണ് ഒരു ദേവാലയം ഇവിടെ സ്ഥാപിതമായി. 95-ലാണ് ഒരു പുതിയ ദേവാലയം ഇവിടെ ജൂബിലി ആഘോഷിച്ചത്. 2005 പുതിയ ദേവാലയം വന്നു. ഇതിനെല്ലാം കാരണം ഔസേപിതാവിൻ്റെ മധ്യസ്ഥതയിൽ അന്നത്തെ അച്ഛന്മാരും ഇവിടുത്തെ ജനങ്ങളുടെയും പരിപൂർണമായ പ്രാർത്ഥനയും അത്ഭുതകരമായ പ്രവർത്തനമാണ് ഔസേപിതാവ് പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം നിരന്തര പ്രാർത്ഥന കൊണ്ടാണ് എന്ന് വിചാരിക്കാം ഇവിടെ 2020 ഇതിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന കാലത്ത് 21-ലാണ് ഇത് തീർത്ഥാടന ദേവാലയം പ്രഖ്യാപിക്കപ്പെടുന്നത്. എൻ്റെയൊക്കെ അനുഭവത്തിൽ നമ്മുടെയൊക്കെ ഈ ഇവിടുത്തെ വളർച്ച, ഈ പ്രദേശത്തെ വളർച്ച, നാട്ടുകാരുടെ വളർച്ച, ഇവിടുത്തെ പുരോഗമനം മുഴുവൻ ഉറങ്ങുന്ന ഔസേപിതാവിൻ്റെ ഇവിടെ മധ്യസ്ഥയിൽ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ വളർച്ച. അല്ലെങ്കിൽ ഇവിടെ 10-20 ആൾക്കാരെ കൊണ്ട് തുടങ്ങിയ ദേവാലയം ഇന്ന് 600ഓളം കുടുംബങ്ങളും നമ്മുടെ ഇടവക ചേർന്നിരിക്കുന്ന 600 കുടുംബങ്ങളാണ്. പുറമേ 200ഓളം പേര് നമ്മുടെ പുറത്തുണ്ട്. അവരുടെ സമ്പൂർണ്ണമായ സഹകരണത്തോടെയാണ് ഈ പള്ളി മുമ്പോട്ട് പോകുന്നത്. അതാണ് ഈ തീർത്ഥാടന ദേവാലയമുള്ള പ്രത്യേക കാരണം. ഉറങ്ങുന്ന ഔസേപിതാവിനോടുള്ള ഭക്തി ഈ ഒരു ദേവാലയത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഇവിടെ നമ്മുടെ ഒപ്പമായിരിക്കുന്നത് നിരവധി അമ്മമാരുണ്ട് നമ്മുടെ ഒപ്പമായിരിക്കുന്നത്. അപ്പം ഈ ഒരു തീർത്ഥാടന ദേവാലയത്തിലേക്ക് ഇന്ന് ഈ രാത്രി ഈ ഒരു നോമ്പ് കാലത്ത് വരുവാൻ പോകുന്നത് 10,000-കണക്കിന് തീർത്ഥാടകരാണ്, നിരവധി വിശ്വാസ സമൂഹങ്ങളാണ്. അപ്പം എങ്ങനെയായിരിക്കാം ഈ ഒരു തീർത്ഥാടന ദേവാലയത്തിലേക്ക് നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞോ? എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം? ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് നേരത്തെ തന്നെ അച്ഛൻ പറഞ്ഞ് ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഒത്തിരി അനുഗ്രഹങ്ങളും അതുപോലെ ഒരുപാട് കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നുണ്ട്. തീർത്ഥാടനത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അതുപോലെ കാത്തിരിക്കും. ഇനി എല്ലാവരും വന്നാൽ മതി, പിതാവും രാവിലെ വന്നാൽ മതി. അതുപോലെ 10,000-കണക്കിന് തീർത്ഥാടകരെ വെൽക്കം ചെയ്യുവാൻ ഇവിടുത്തെ ഇടവക സമൂഹം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഉറങ്ങുന്ന ഔസേപിതാവിൻ്റെ ഇവിടെ ഭക്തി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഔസേപിതാവിനോടുള്ള ഭക്തി വളർന്ന് നിരവധി വിശ്വാസ സമൂഹമാണ് ഇന്ന് ഈ രാത്രി ഈ ദേവാലയ അങ്കണത്തിൽ എത്തിച്ചേരാൻ പോകുന്നത്. ഷെക്കിന ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ജോയലിനൊപ്പം അമൽ ഐ ടോം, കാസർഗോഡ്.